ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണോ പേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ളതാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓഫ്ലൈൻ ആയിട്ടും അതുപോലെ ഓൺലൈൻ ആയിട്ടും റീചാർജും ബിൽ പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് യൂണോ പേ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഡെയിലി വരുമാനവും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുമാനവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ റീചാർജ് ചെയ്യുന്ന സമയത്തും അതുപോലെ ബിൽ പേയ്മെന്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഓൾ ടൈം ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടും അത് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടു സമയങ്ങളുടെ നേരെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇതൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇന്ത്യയിലെ എല്ലാ ലീഗൽ ആയിട്ടുള്ള വശങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ഇൻകോർപ്പറേഷനും അതുപോലെ തന്നെ പാൻ കാർഡ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കമ്പനി അക്കൗണ്ട് ആണ് നമുക്ക് അവിടെ മെൻഷൻ ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാണ്ട് ഒരു പേഴ്സന്റെ മാത്രം അക്കൗണ്ട് എന്നുള്ള രീതിയിലല്ല. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലീഗൽ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇ വാലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇ സർവീസസ്, അതുപോലെ ഡയറക്റ്റ് സെല്ലിങ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഫ്ലിപ്കാർട്ട്, പേടിഎം, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ പേ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ റീചാർജ് സർവീസ് കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലൂടെ ആൾക്കാർ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ സെൽഫായിട്ട് തന്നെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ 4.5% വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ റീചാർജിനും കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതിനകത്ത് റീചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഓൾ ടൈം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെമ്പർഷിപ്പ് ഉണ്ട്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് പാക്കേജ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് നമുക്ക് പ്രീമിയം പാക്കേജ്. അപ്പം ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 600 സംതിങ് രൂപയോളം വരും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രീമിയം പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1000 സംതിങ്ങോളം വരും. അപ്പൊ ഇത് ലൈഫ് ലോങ് വാലിഡിറ്റിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള രീതിയിൽ റീചാർജും ബിൽ പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഡാറ്റ റഫറൽ ഇൻകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ബേസിക് പാക്കേജ് എടുത്തിട്ട്, അതായത് 649 പാക്കേജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ റെഫറിൽ നിന്ന് നിങ്ങൾക്ക് 220 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ ആ 10 പേരിൽ നിന്നും ഓരോ മെമ്പേഴ്സിൽ നിന്നും നിങ്ങൾക്ക് 200 രൂപ വെച്ചിട്ട് പെർ റെഫറിൽ നിങ്ങൾക്ക് ഇൻകം കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രീമിയം പാക്കേജ് എടുത്ത് വന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, അതായത് 1499 പാക്കേജ് നിങ്ങൾ എടുത്ത് വന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർ റെഫറിൽ 540 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് റഫറൽ പാക്കേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് പ്രീമിയം പാക്കേജ് ലെവലിംഗോ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് നമുക്കിനകത്ത് 1 തൊട്ട് 20 ലെവൽ വരെ നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പം അതിൽ എങ്ങനെയൊക്കെയാണ് ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. റീചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ റഫറിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ റീചാർജ് ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് 20 ലെവലിൽ നിന്ന് നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ 2-3 മാസം കൂടുന്ന സമയത്ത് ബിൽ പേയ്മെന്റുകൾ, റീചാർജുകൾ കാര്യങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ ടീമിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഒരു 100 മെമ്പേഴ്സ് ആണെങ്കിൽ പോലും ആ 100 മെമ്പേഴ്സും എന്തായാലും റീചാർജും ബിൽ പേയ്മെന്റുകളും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന പരിപാടികളും എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതുപോലെ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പാക്കേജ് പർച്ചേസ് ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന രജിസ്ട്രേഷൻ ലിങ്ക് ത്രൂ കയറിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എൻ്റെ യൂസർ ID കാര്യങ്ങളൊക്കെ, അതായത് റഫറൽ ID കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ടാമതായിട്ട് നിങ്ങളുടെ ഫുൾ നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഫുൾ നെയിം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന അതേ നെയിം ഫോർമാറ്റിൽ കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ മെയിൽ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ സിറ്റി സെലക്ട് ചെയ്യുക. പാസ്വേഡ് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഇത് ട്രാൻസാക്ഷൻ പാസ്വേഡാണ്, TP എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് 4 അക്കേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. സെൻഡ് OTP കൊടുക്കുക. OTP കൊടുക്കുന്ന സമയത്ത് OTP എൻ്റർ ചെയ്യാൻ ഒരു കോളം വരും. അപ്പോൾ അതിലോട്ട് എന്ത് ചെയ്യുക, ആ ഒരു OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു കോളം ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ട്, ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ടിക്ക് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പാക്കേജസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തുള്ള KYC ആണ്. KYC ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട്, 3 ലൈൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് KYC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആ നോമിനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ എൻ്റർ ചെയ്യുക. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഗ്രീനിൽ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല, അപ്പോൾ അവിടെ പെൻഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രൂവ്ഡ് ആക്കണം. എന്നാലേ നിങ്ങൾക്കത് പാക്കേജ് സെലക്ട് ചെയ്തിട്ട് ബൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് അപ്രൂവ്ഡ് ആക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഡാഷ്ബോർഡിലോട്ട് വന്നിട്ട് ഇതിൽ താഴോട്ട് വരുന്ന സമയത്ത് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, കണക്ട് വിത്ത് അസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ID കാര്യങ്ങളൊക്കെ KYC അപ്രൂവ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അപ്രൂവൽ ആക്കി തരും. അങ്ങനെ അപ്രൂവൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു പാക്കേജ് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനകത്തോട്ട് ഫണ്ട് ആഡ് ചെയ്യണം. ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് പാക്കേജ് ആണോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു പാക്കേജ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് 649 മുകളിൽ 1499 പാക്കേജ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിൽ ഏത് പാക്കേജ് അനുസരിച്ച് ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നിന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു QR കോഡിലോട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. നമ്മളിവിടെ 649 എൻ്റർ ചെയ്തു, പേ കൊടുക്കാണ്. ഓക്കെ, നമ്മളിവിടെ പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു UPI റഫറൽ ID നമ്പറില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. അപ്പോൾ ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരിക. എന്നിട്ട് ഇവിടെ ഫണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതിലെന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ UTR നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ, അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ എമൗണ്ട് 649 കൊടുക്കുക. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് എടുക്കാം. എന്നിട്ടിവിടെ ഓക്കെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കാനുണ്ട്, സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പെൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആക്കാം. ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു, അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ അയച്ചിട്ട്. അപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു, അത് അപ്രൂവൽ ആക്കി തന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞുള്ളതിൽ ടിക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഫണ്ട് നമ്മുടെ ഇതിനകത്തോട്ട് വാലറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു പാക്കേജ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്കോട്ട് വരാം. ഇപ്പോൾ ഇവിടെ പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ, അപ്പോൾ അതിലോട്ട് വരാം. അപ്പോൾ അതിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ 2 പാക്കേജ് ഉണ്ട്. ബേസിക് പാക്കേജ് 649 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്ക് ബണ്ടിൽ 1499 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 649 എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ TPIN ഉണ്ട്, അത് നമുക്ക് എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു പാക്കേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാക്കേജ് ആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്തുള്ള ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിനകത്ത് ഈ ഒരു പാക്കേജ് ബേസിൽ നമുക്ക് 4.5% വെച്ചിട്ട് നമുക്ക് ഓൾ റീചാർജ് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് പാക്കേജിൽ നിന്ന് നെക്സ്റ്റ് പാക്കേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലെ പോലെ ആ ഒരു 1450 മൊത്തമായിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കി ബാലൻസ് ഉള്ള എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പാക്കേജ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്കിനിയിപ്പം 649 കൊടുത്തു. ഇനിയിപ്പം ബാലൻസ് ആയിട്ട് 850 രൂപ കൂടി ഉണ്ട്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1499 പ്ലാനിലോട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ മാക്സിമം ഈ ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ശിക്കാനും റെഫറൽ ചെയ്തുകൊണ്ട് റവന്യൂ ഉണ്ടാക്കാനും എല്ലാ സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ സൈഡിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KYC കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഫണ്ട് ആഡ് ചെയ്യുക, പാക്കേജ് ആക്ടിവേറ്റ് ചെയ്യുക, പിന്നെ മറ്റുള്ള ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളതൊക്കെ സംഭവം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള പ്ലാറ്റ്ഫോമിനെ, അതായത് ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസ് റീചാർജും ബിൽ പേയ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റുകൾ കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്കത് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നവർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ ബാക്കിയുള്ള ബെനിഫിറ്റുകൾ കാര്യങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.